രണ്ടാമത്തെ ഒരു മഹത്വം എന്നുള്ളത് ജനങ്ങൾക്ക് മഹബത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. ജനങ്ങൾ എപ്പോഴും വെറുപ്പോടെയാണ് എന്നെ കാണുന്നത്. ജനങ്ങൾക്ക് എപ്പോഴും എന്നെ ഒരു അവഗണനയാണ്, യാതൊരു പരിഗണനയുമില്ല. ജനങ്ങൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിലുള്ളവരാകട്ടെ, കുടുംബത്തിലുള്ളവരാകട്ടെ, അയൽപ്പക്കത്തുള്ളവരാകട്ടെ, നാട്ടിലുള്ളവരാകട്ടെ, ജോലി സ്ഥലത്തുള്ളവരാകട്ടെ, ആരുമാകട്ടെ, നമ്മെ എല്ലാവരും സ്നേഹിക്കാൻ, നമ്മെ എല്ലാവരും പരിഗണിക്കാൻ യാക്കൂത്ത് കല്ലുകൊണ്ട് മോതിരം ധരിച്ചാൽ മതിയെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നമ്മൾ നോക്കിയിട്ടില്ലേ, വലിയ വലിയ മഹാന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരൊക്കെ മോതിരം ധരിക്കുന്നവരായിരുന്നു. അവരുടെയൊക്കെ കയ്യിൽ വലിയ വലിയ കല്ലുകളുണ്ടായിരുന്നു. ആ കല്ലുകളിൽ പലതും ഫൈറോസ് ആയിരുന്നു, പലതും യാക്കൂത്തായിരുന്നു, പലതും അക്കീക്കായിരുന്നു. അപ്പോൾ മോതിരക്കല്ലുകൾക്ക് മഹത്വമുണ്ട്, അതിന് ഗുണമുണ്ട്. നമ്മുടെ ഉലമാക്കൾ അത് വെറുതെ ധരിക്കുകയില്ല, നമ്മുടെ മുൻഗാമികൾ അത് വെറുതെ നിർദ്ദേശിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് നമ്മൾ അണിയുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് റിസൾട്ട് നൽകും.